ലിങ്ക്ഡിനിൽ നമ്മൾ അപ്ലൈ ചെയ്യണം, അതിലൊരു 200 പേര് ആ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളെ സോർട്ട് ചെയ്യുക? ഇപ്പൊ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും ഡിഗ്രി ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മിസ് വെറിംഗ് വ്ലോഗ്സ്. എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്റെ പേര് ആർദ്ര, ജസ്റ്റ് എ മലയാളി ഗേൾ ലിവിംഗ് ഇൻ ജർമ്മനി ആൻഡ് ഐ എം വർക്കിംഗ് ഇൻ IT ഫീൽഡ് ഹിയർ. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഞാൻ എന്ത് ജോലിയാണ് ഇവിടെ ചെയ്യണത്, എന്റെ ജോബ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി ഇതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്റെ ക്വാളിഫിക്കേഷൻ ഓൺലി എ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നുള്ളത് എല്ലാവരും ചോദിക്കും, എന്താണ് പിന്നെ അതിനുശേഷം ചെയ്തത്, അതിനുശേഷമുള്ള വർക്ക് എക്സ്പീരിയൻസ് ഒക്കെയാണ് എന്നെ ജർമ്മനിയിൽ ഈ ജോലിക്ക് സഹായിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എനിക്കിങ്ങനെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. സോ ഇതെന്റെ സാധാരണ പോലത്തെ ഒരു വീഡിയോ ആയിരിക്കില്ല, കുറച്ച് ജോബ് റിലേറ്റഡ് വീഡിയോ ആയിരിക്കും. എന്താണ് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, എൻ്റെ ഒരു കരിയർ പാത്ത് എങ്ങനെയായിരുന്നു, അതുപോലെ നമുക്ക് എങ്ങനെ ജോബ് ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ മുതൽ ഒരു കരിയർ പാത്ത് എങ്ങനെ ഫോളോ ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ചെറുപ്പം മുതലേ നമ്മൾ എന്ത് കരിയറാണ് ചൂസ് ചെയ്യാൻ പോണത് എന്നൊക്കെയുള്ള പ്ലാനിങ് എപ്പോഴും ഉണ്ടാവും. അതിങ്ങനെ എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. എനിക്ക് ചെറുപ്പത്തിൽ ഡോക്ടർ ട്രെയിനർ ആവണമെന്നൊക്കെ ആഗ്രഹമായിരുന്നു. അതങ്ങനെ മാറി മാറി ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ മാറി അങ്ങനെ ഫൈനലി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത കരിയർ നമ്മൾ ഇഷ്ടപ്പെടുവാണല്ലോ ചെയ്യണത്. ഈ ഇന്ത്യൻ ലൈഫിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. ഒന്ന്, നമ്മള് ഇനി എന്ത് ചൂസ് ചെയ്യണം, ഇനി കരിയർ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക ഇനി എന്ത് ജോലിയാണ് അതിൽ ചെയ്യാൻ പോകണമെന്നല്ലേ. അപ്പം എന്ത് കരിയർ ചൂസ് ചെയ്യണം, എന്ത് പഠിക്കണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ. രണ്ടാമത്തെ കാറ്റഗറി, ഓൾറെഡി അവർ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഒത്തിരി പഠിച്ചിട്ടുണ്ടാവും, സ്റ്റിൽ ഇനി ഇതിൽ ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യണം, ഏതാണ് കറക്റ്റ് പാത്ത്, ഏത് വഴിയാണ് ഏറ്റവും നല്ലത്, ഏറ്റവും പെർഫെക്റ്റ് എന്താണ് എനിക്ക് എന്നൊക്കെ ഉള്ളതിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇനി എന്റെ ലൈഫിലും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. വെച്ചേ ഒരു ജോലിക്ക് ജോയിൻ ചെയ്തു, സ്റ്റിൽ അതിൽ എനിക്ക് കറക്റ്റ് ആയത് എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. നമ്മുടെ ഇടയിൽ ഒരു ബിഗ്ഗസ്റ്റ് മിത്ത് എന്താണെന്ന് വെച്ചാൽ, വൺസ് നമ്മളൊരു ജോലിക്ക് ജോയിൻ ചെയ്താൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ എൻറ്റയർ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ കരിയർ എൻറ്റയർലി അതിലാണ് ഫോക്കസ്ഡ് എന്ന് ഒരു മിത്ത് എപ്പോഴും ഉണ്ട്. ആക്ച്വലി അങ്ങനെയല്ല നമ്മൾ അതിനെ എടുക്കേണ്ടത്. നമ്മളൊരു സയൻസ് സബ്ജക്ട് ചൂസ് ചെയ്യണം, അതിന് എന്തോരം ബ്രാഞ്ചസ് ഉണ്ടല്ലേ. അതുപോലെ എല്ലാ പ്രൊഫഷനിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ എന്റെ കാര്യത്തിൽ എനിക്ക് ഇതിനൊരു കറക്റ്റ് ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്കിങ്ങനെ മെന്റർ ചെയ്യാൻ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മാത്രമാണ് പറയണത്. എനിക്ക് ഇതാണ് കറക്റ്റ് വഴി, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നുമല്ല ഞാൻ പറയണത്. അതിന് ഞാനല്ല ദ റൈറ്റ് പേഴ്സൺ ആൻഡ് ഐ ക്യാൻ ടെൽ യു വാട്ട് ഇസ് ദ റൈറ്റ് വേ. ഇപ്പൊ നമുക്ക് അതിന് ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ ഇതിൽ പറയാം. പക്ഷെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് എന്താ ഫീൽ ചെയ്തിട്ടുള്ളതും ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു, ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു. എനിക്ക് ഒരു ജോബ് ഞാൻ പ്ലേസ്ഡ് ആയി. അതൊരു ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിരുന്നു. TCSലാണ് ജോയിൻ ചെയ്തത്. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ, BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു, എനിക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രമാണുള്ളത്. ആൻഡ് എനിക്ക് കൂടുതൽ കരിയറിൽ കുറച്ചുകൂടെ ഹൈക്ക് കിട്ടാനും കുറെ കൂടെ എക്സ്പ്ലോർ ചെയ്യാനുമായിട്ട് എനിക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ വേണം എന്ന് തന്നെയായിരുന്നു എന്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത്. ആൻഡ് ഐ വാസ് പ്ലാനിങ് ടു ഡു എ മാസ്റ്റേഴ്സ്. അത് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം, MBA ചെയ്യാം എന്നൊക്കെയായിരുന്നു എന്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്കത് നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലല്ലോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നതും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഒരു 6 മന്ത്സിലൊക്കെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം ഞാൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്യായിരുന്നു എന്തൊക്കെ ഞാൻ പഠിക്കണം. കൂടുതൽ പഠിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ സമയത്ത് ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ജാവാസ്ക്രിപ്റ്റും ടൈപ്പ് സ്ക്രിപ്റ്റും ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഞാൻ അതിൽ കൂടുതൽ ഇൻടു കോഡിങ് ഞാൻ അത്ര അതിൽ ഫോക്കസ് ചെയ്യണം എന്നായിരുന്നില്ല എന്റെ ആഗ്രഹം. പക്ഷേ സിൻസ് ഞാൻ അങ്ങനെ ഒരു പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അത് പഠിച്ചിരിക്കണം എന്നുള്ളതുകൊണ്ടും അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പാരലലി ഞാനൊരു Monday.com എന്നുള്ള പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിരുന്നു Monday.comന്റെ. സോ ഇന്ത്യയിൽ നമ്മൾ TCSൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളാണ് തോന്നുന്നു ആ പ്രൊജക്ട് ആദ്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ. സോ ഞാൻ സർട്ടിഫിക്കേഷൻസ് ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ ആ സർട്ടിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതുവരെ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇന്നവേ അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് പഠിച്ചാലും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇന്നതൊക്കെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, ഇതൊക്കെ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നാൻ ഇപ്പോഴാണ് നമുക്കതിന് കൂടുതൽ വഴികൾ ഉണ്ടായി തുടങ്ങിയെന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അന്ന് അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറെ സർട്ടിഫിക്കേഷൻസ് ചെയ്തു, ജാവാസ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി ദ റൈറ്റ് തിങ് വാസ്, നമുക്ക് വൺസ് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ആ എക്സ്പീരിയൻസിനാണ് വാല്യൂ, മറ്റുള്ളവർ വാല്യൂ ചെയ്യുന്നത്. നമ്മൾ ഏതൊരു ജോലിക്ക് എടുക്കുകയാണെങ്കിലും ആൻഡ് യുവർ സർട്ടിഫിക്കേഷൻസ് ഓർ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അതൊന്നും ഒരു മാറ്റർ അല്ല. ബട്ട് എല്ലാവരും പഠിക്കുന്നത് കൂടുതൽ പഠിക്കുന്നത് നമുക്ക് അതിനൊക്കെ ഉള്ളൊരു എക്സ്പോഷർ ആണ് തരുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്കുള്ളൊരു എക്സ്പോഷർ ആണ് നമ്മൾ പഠിക്കുന്നത് കൊണ്ടും കോളേജ് പോകുന്നതുകൊണ്ടും ഒക്കെ ഉണ്ടാവുന്നത്. സോ തീർച്ചയായിട്ടും പഠിക്കണം. അതല്ല, നമ്മളൊരു കരിയർ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്.
അത് ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിയിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. ഇവിടെ പഠിക്കാനോ ഇപ്പൊ നമ്മൾ ഒത്തിരി ഏജൻസീസ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് ആ പ്രോഗ്രാം, ഈ പ്രോഗ്രാം, ആ ഡിഗ്രി, ഈ ഡിഗ്രി, ആ മാസ്റ്റേഴ്സ്, ഈ മാസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. അതിൽ ഏതാണ് നല്ലതെന്ന് ചൂസ് ചെയ്യാൻ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ആരാണത് പറഞ്ഞിട്ടുണ്ട്? ഏജൻസീസ് ആണോ? നമ്മൾ ഈ കാണുന്ന മുക്കിനെല്ലാം കാണുന്ന ഏജൻസീസ് ആണോ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഗ്രി, ഏത് ഡിഗ്രി ചെയ്താൽ ഇവിടെ സ്കോപ്പ് ഉണ്ട്, ഏത് ചൂസ് ചെയ്താൽ നമുക്ക് നല്ല കരിയർ ഉണ്ടാവും? ഏജൻസീസ് ആണോ പറഞ്ഞിട്ടുണ്ട്? അവിടെ ഇരിക്കുന്ന ആൾക്കാരാണോ പറഞ്ഞിട്ടുണ്ട്? അബ്സല്യൂട്ട്ലി അല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മളൊരു റൈറ്റ് ഡിസിഷൻ എടുത്തിട്ട് അവരെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് റൈറ്റ് വേ. എന്ന് പറഞ്ഞാലും ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാനൊരു വളരെ ചെറിയ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. എന്റെ അടുത്ത് പോലും നമ്മുടെ സ്റ്റുഡൻസിനെ റെഫർ ചെയ്യാമോ, ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ റെഫറൻസ് കൊടുക്കാമോ, നമുക്കൊരു പെയ്ഡ് കൊളാബറേഷൻ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വരാറുണ്ട്. ഐ നെവർ ഡു ദാറ്റ്. എനിക്ക് ഒരു 99% ട്രസ്റ്റ് ഉള്ള ആൾക്കാരെ മാത്രമേ ഞാൻ അങ്ങനെ ഒരാൾക്ക് ഒരു 1-to-1 കോൺവെർസേഷനിൽ പോലും ഞാൻ റെഫർ ചെയ്യുള്ളൂ. അല്ലാതെ ഇങ്ങനൊരു വീഡിയോയിൽ ഒരിക്കലും ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യില്ല. അപ്പൊ ഞാൻ പറയുകയാണ്, നമുക്ക് അങ്ങനെ ഒത്തിരി റിസോഴ്സസ് അവൈലബിൾ ആണ്. ഒത്തിരി ആൾക്കാർ ആ ഏജൻസി, ഈ ഏജൻസി, ഇത് ത്രൂ അത് ത്രൂ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതിലൊന്നും ബ്ലൈൻഡ്ലി നമ്മൾ ഫോളോ ആവരുത്. നമ്മൾ അതിന് എക്വിപ്ഡ് ആയിരിക്കണം. പക്ഷെ നമ്മളെ എഡ്യൂക്കേഷണൽ സിസ്റ്റം അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊരു വഴി പറഞ്ഞു തരുന്നില്ല എങ്ങനെ ഇത് ഫോളോ ചെയ്യണം എന്നുള്ളത്. അതായത് നമ്മൾ കരിയർ ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് നമുക്ക് ഒരിക്കലും സ്കൂളിംഗിൽ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്ത് തരുന്നില്ല. സോ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഇപ്പൊ എൻട്രൻസ് എക്സാം നമ്മൾ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ഒരു എൻട്രൻസ്, നമ്മളൊരു എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള എൻട്രൻസ്, ഇതിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ പഠിക്കുന്ന കാലത്ത് +1 +2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 8th 9th 10th മുതലേ എൻട്രൻസ് കോച്ചിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എയിം ചെയ്യുന്നത് ഒരു എൻട്രൻസ്, നമ്മുടെ നാട്ടിലൊരു കോളേജിൽ ജോയിൻ ചെയ്യാനല്ല, അല്ല പുറത്ത് യൂറോപ്യൻ കൺട്രിയിലാണ് നമുക്ക് പോകേണ്ടത്, ഇവിടെ ഒരു റൈറ്റ് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല നല്ല യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ അതിനൊരു പ്രോപ്പർ വഴി കണ്ടെത്തണം. അതിനൊരു പ്രോപ്പർ മെന്ററിംഗ് വേണം. ആ മെന്ററിംഗ് ആണ് ഗ്യാൻദാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാനാണ് നമ്മൾ എയിം ചെയ്യണമെങ്കിൽ, അതിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ അതിനുള്ളൊരു ഓപ്പൺ ഡോറാണ് ഞാൻ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്യാൻദാൻ ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഗ്യാൻദാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സാറ്റ് ഒളിമ്പ്യാഡ്. എനിക്ക് 100% അഷുറൻസ് ഉള്ള കാര്യം മാത്രമേ ഞാൻ ഷെയർ ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങൾ എന്നെ 100% ട്രസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. നിങ്ങൾ എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി ഇതിൽ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം അവർ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യും. ഇത് ഒരു വളരെ നല്ല പ്രോഗ്രാമാണ്. നമ്മളൊരു ഹയർ ലെവൽ, ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുവാണ്, അങ്ങനെ ഒരു കരിയർ പാത്താണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇവരുടെ ഈ പ്രോഗ്രാം വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സ്കോളർഷിപ്പ് മുതൽ എബ്രോഡ് എഡ്യൂക്കേഷൻ ഫണ്ടിങ്ങിന് വരെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ പ്ലേസ്ഡ് ആവാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു നല്ല സാറ്റ് സ്കോർ ആണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ നമ്മളിവിടെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുമ്പം ഒരു ജോബ് അപ്ലിക്കേഷൻ നമ്മൾ അയക്കുമ്പം, ലെറ്റ്സ് സേ ഒരു ലിങ്ക്ഡിനിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ലിങ്ക്ഡിനിൽ നമുക്ക് കാണാം അതിലൊരു 200 പേര് ആ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. വേറെ സൈറ്റിലൂടെ അവർ സെയിം ജോബ് അപ്ലിക്കേഷൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. ഈ 200 തന്നെ ഒരു 150 ആൾക്കാരെ ദ റൈറ്റ് കാൻഡിഡേറ്റ് ഉള്ളൂ എങ്കിൽ അതിലും അവർ സോർട്ട് ചെയ്യുമ്പം എങ്ങനെയാണ് അവർ കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളെ സോർട്ട് ചെയ്യുക? ഇപ്പൊ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും ഡിഗ്രി ഉണ്ട്, എല്ലാവർക്കും മാസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള ജോലിക്ക് നമ്മൾ തന്നെയാണ് ടാലന്റഡ് ആണെന്ന് പറഞ്ഞിട്ട് എത്തിച്ചേരാൻ പറ്റുക? അതിനൊരു കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഫോക്കസ് തന്നെ വേണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ മുതൽ എന്തായാലും അതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ത്യയിലാണെങ്കിൽ കൂടി നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു നല്ല സാറ്റ് സ്കോർ ആണ്. ഈ സാറ്റ് ഒളിമ്പ്യാഡ് പ്രോഗ്രാമിലൂടെ ഇന്ത്യയിൽ തന്നെ പ്രീമിയർ ആയിട്ടുള്ള സാറ്റ് സ്റ്റൈൽ ചാലഞ്ചിലാണ് നമ്മൾ ഭാഗമാകാൻ പോകുന്നത്. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ആക്ച്വൽ സാറ്റ് എക്സാമിന്റെ ഒരു മോക്ക് ആയിരിക്കും ഇത്. ഇതിനുവേണ്ടി പ്രോപ്പർ ഒരു ഡിസൈൻ തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ സ്കോളർഷിപ്പ് കിട്ടാനും എബ്രോഡ് എഡ്യൂക്കേഷനും അതുപോലെ പ്രോപ്പർ മെന്ററിങ്ങിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ടോപ്പ് പെർഫോമേഴ്സിന് 15 ലക്ഷത്തിന് സ്കോളർഷിപ്പ് ഒക്കെയാണ് കിട്ടുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ്സ് ഹൈ ടൈം ഫോർ us ടു ഫോക്കസ് ഓൺ കരിയർ ഓറിയന്റഡ് പ്രോഗ്രാംസ് ലൈക്ക് ദിസ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിന് എക്വിപ്ഡ് അല്ല. ഇപ്പോഴും ഇതിനെ പറ്റിയിട്ടുള്ള നോളജ് പലർക്കും ഇല്ല. എല്ലാ പാർട്ടിസിപ്പൻസിനും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള 25,000 വർത്ത് ആയിട്ടുള്ള റിസോഴ്സസും ടൂൾസും മെന്ററിംഗ് ഒക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്റ്റുഡൻസിന് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് എഡ്യൂക്കേഷണൽ മാർക്കറ്റ് പ്ലേസ് ആയിട്ടുള്ള ഗ്യാൻദാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഒളിമ്പ്യാഡ് ഓഫർ ഉണ്ട്. അവരൊരു 5 lakhs സ്കോളർഷിപ്പാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ജൂൺ 2026 അവർ നടത്തുന്ന ഒരു ടെസ്റ്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ടോപ്പ് ആയിട്ടുള്ള ഒരാൾക്ക് അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അവരുടെ മേജർ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് കുറെ ആൾക്കാരിലേക്ക് എത്തിക്കുക, റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഇനി എബ്രോഡ് എഡ്യൂക്കേഷൻ ആണ് താല്പര്യം, അതിന് ലോൺ ഫണ്ടിങ് വേണം, അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ₹1 പോലും വാങ്ങിക്കാതെയാണ് അവർ ചെയ്യുന്നത്. അതിനോടൊപ്പം ഒരു 10,000 നിങ്ങൾക്ക് ഇതിൽ ഒളിമ്പ്യാഡ് പ്രോഗ്രാമിൽ നിങ്ങൾ ഭാഗമാവുകയാണെങ്കിൽ അതിലും അവർ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മാത്രമല്ല ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ₹299 വരുന്നുള്ളൂ. ഒരു ₹499 പ്രോഗ്രാമാണിത്. ഇത്
ചുമ്മാ കയറി രജിസ്റ്റർ ചെയ്ത് നോക്കൂ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ആക്ച്വൽ എഫേർട്ട് എടുക്കാൻ റെഡിയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങൾ ഇനി ഭാവിയിൽ എങ്ങനെ ആവണം എന്ന് തീരുമാനിക്കുന്ന ഒരു കരിയറിന് വേണ്ടി അതിന്റെ പാത്ത് നിങ്ങൾ സെറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഫേർട്ട് എടുത്ത് പാർട്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇത് ഞാൻ ആക്ച്വലി ചെയ്യുന്ന കണ്ടന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്, പക്ഷെ ഉറപ്പായിട്ടും ആർക്കെങ്കിലും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.